ദൃശ്യം 3 ചോർന്നു. ദൃശ്യം 3യുടെ തിയേറ്റർ പതിപ്പ് ടെലഗ്രാമിലെത്തി. റിലീസ് ചെയ്ത് ഏതാണ്ട് 48 മണിക്കൂറിനുള്ളിലാണ് സിനിമ ചോർന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം. കഴിഞ്ഞ ദിവസമാണ് ദൃശ്യം 3 100 കോടി ക്ലബിൽ പ്രവേശിച്ചത്. അങ്ങനെ സൂപ്പർ ഹിറ്റായി തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ ടെലഗ്രാമിൽ ദൃശ്യമെത്തിയത്. ഇതുമായി ബന്ധപ്പെട്ട് നിർമ്മാതാക്കളടക്കം പരാതിയുമായി മുന്നോട്ട് പോകുമെന്നാണ് പ്രതീക്ഷിക്കേണ്ടത്. ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരും. ഹരി, 48 മണിക്കൂറിൽ 54 മണിക്കൂർ ഏതാണ്ട് പിന്നിടുകയാണ്. തിയേറ്ററുകളിൽ സൂപ്പർ ഹിറ്റാണ്. ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ വലിയ തോതിൽ ടിക്കറ്റ് വിട്ടിരുന്നു. ഇതിനിടയിലാണ് ഇത്തരമൊരു സംഭവം പുറത്തു വന്നത്. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, വളരെ വിഷമമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഒരു കാര്യം തർക്കമില്ല. പ്രത്യേകിച്ച് ഇതുപോലെ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ, പ്രേക്ഷകർ അങ്ങേയറ്റം കൊതിക്കുന്ന സിനിമകളൊക്കെ ടെലഗ്രാമിലും ഇതുപോലുള്ള ഇന്റർനെറ്റിലും ഒക്കെ പ്രചരിപ്പിക്കുന്നത് നമ്മൾ എത്രയോ കണ്ടിട്ടുണ്ട്. ഇതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ദൃശ്യം 3ക്ക് സംഭവിക്കുന്നത്. റിലീസ് ചെയ്ത് വെറും 48 മണിക്കൂറുകളിലാണ് ടെലഗ്രാം ഉൾപ്പെടെ പല പേജുകളിലും, ഇപ്പൊ മൂവി പേജസും ചാനൽസിലും ഉൾപ്പെടെ ദൃശ്യം 3യുടെ പതിപ്പ് കിടന്ന് കറങ്ങുന്നത്. പലരും ഇതിപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. നിർമ്മാതാക്കൾ പരാതിയുമായി രംഗത്തെത്തുമെന്നാണ് കരുതുന്നത്. പക്ഷേ റിലീസ് ചെയ്ത് വെറും 48 മണിക്കൂറിനുള്ളിൽ സിനിമ വളരെ ഗംഭീരമായി തിയേറ്ററുകളിൽ മുന്നോട്ട് പോകുന്നു. 100 കോടി ക്ലബിൽ റിലീസ് ചെയ്ത് 58 മണിക്കൂറിനുള്ളിൽ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ, അത്രയധികം ടിക്കറ്റുകൾ പോലും കിട്ടാനില്ലാത്ത സാഹചര്യത്തിൽ ആദ്യത്തെ വീക്കെൻഡിലേക്ക് ചിത്രം പ്രവേശിക്കുന്നതേ ഉള്ളൂ. അതിനിടയിലാണ് വെറും 2 ദിവസത്തിനുള്ളിൽ സിനിമയെ തകർക്കാൻ, സിനിമയെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. ഫോണുകളിലേക്ക് എത്തിക്കുക, ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെ ചിത്രത്തിന്റെ വ്യാജ പ്രിന്റ്, തിയേറ്റർ പ്രിന്റ് ഇറക്കുക, തിയേറ്ററിൽ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ട് തന്നെ അത് പ്രചരിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാക്കുക. ദൃശ്യം പോലൊരു സിനിമ പാൻ വേൾഡ് അപ്പീലുള്ള ഒരു സിനിമയാണ്. മലയാളികൾ മാത്രമല്ല, പല സംസ്ഥാന ഇന്ത്യയിൽ നിന്ന് അപ്പുറത്തേക്ക് വരെ ഇന്ത്യയിൽ നിന്ന് അപ്പുറത്തേക്ക് വരെ ആളുകൾ കൊതിക്കുന്ന ഒരു സിനിമയാണ്, കാണാൻ കൊതിക്കുന്ന സിനിമയാണ്. അത്രയധികം ഡിമാൻഡുള്ള ഒരു സിനിമയാണ് ഇപ്പോൾ ടെലഗ്രാമിലും ഓൺലൈനിലും പ്രചരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നത്. ഇതിന്റെ സോഴ്സ് എവിടെ നിന്നാണ് മനസ്സിലാവുന്നില്ല. കാരണം പല ഗ്രൂപ്പുകളിൽ നിന്നായിട്ട് ഇതിന്റെ മൊത്തം ഫയൽ, മുഴുവൻ സിനിമയും ഷെയർ ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പല ക്ലിപ്പിങ്ങുകളും ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമാവുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിൽ ഉൾപ്പെടെ തിയേറ്ററിൽ ഷൂട്ട് ചെയ്തിരിക്കുന്ന രംഗങ്ങൾ ഉൾപ്പെടെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും അത് മുന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അതിനൊക്കെ വ്യാപകമായ ഷെയറിംഗ് ആണ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ സോഴ്സ് ഏതാണ്, ഇത് എവിടെ നിന്നാണ് വരുന്നത്, ഇത് എവിടെ നിന്നാണ് ഇതിന്റെ പ്രൈമറി കോപ്പി പുറത്തു വന്നിരിക്കുന്നത് എന്നതിനെ സംബന്ധിച്ചുള്ള വ്യക്തത വന്നിട്ടില്ല. പോലീസിന്റെ അന്വേഷണം തുടരും, അല്ലെങ്കിൽ നിർമ്മാതാക്കൾ ഈ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും വ്യാപകമായി ഈ സിനിമയുടെ ദൃശ്യത്തിന് മാത്രം കഥയല്ല, ഏതൊക്കെ വലിയ സിനിമകൾ വരുമ്പോഴൊക്കെ അതൊക്കെ 48 മണിക്കൂറിനുള്ളിൽ ഇന്റർനെറ്റിൽ പ്രചരിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. പല രീതിയിലുമുള്ള സൈബർ മെഷേഴ്സ് ഒക്കെ എടുത്തെങ്കിൽ പോലും അതിന് ഒരു തരത്തിലുമുള്ള മാറ്റങ്ങൾ ഉണ്ടാവുന്നില്ല. അതിന് ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിട്ട് ഇപ്പോൾ ദൃശ്യം 3 മാറുന്ന സാഹചര്യമാണ് നിൽക്കുന്നത്. ശരി, ഹരികൃഷ്ണനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു സിനിമ, അതിന്റെ വ്യാജ പതിപ്പ് ഇപ്പോൾ വിവിധ ആപ്പുകളിൽ പ്രത്യക്ഷപ്പെടുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. ഇതിനിടയിലാണ് ദൃശ്യം ഫ്രാഞ്ചൈസിക്ക് മറുഭാഷാ ആരാധകർ. കേരളത്തിലെ നമുക്കറിയാം മറ്റൊരു ഫ്രാഞ്ചൈസിക്കുമില്ല. ഇത്രയധികം കളക്ഷൻ ലഭിക്കുന്ന സിനിമകൾ, വളരെ പെട്ടെന്ന് തന്നെ ഹിറ്റാകുന്ന സിനിമയും വളരെ കുറവ് മാത്രമാണ്. വൻ പ്രീ റിലീസ് ഹൈപ്പോടെയാണ് ദൃശ്യം വന്നത്. ഇത് മനസ്സിലാക്കി 11 ദിവസങ്ങൾക്ക് മുൻപ് നിർമ്മാതാക്കൾ കേരളത്തിലെ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരുന്നു. മികച്ച പ്രതികരണം അഡ്വാൻസ് ബുക്കിങ്ങിൽ നേടി. മോഹൻലാലിൻ്റെ പിറന്നാൾ ദിനമായ മെയ് 21 സിനിമ തിയേറ്ററുകളിലെത്തി. ചിത്രത്തിൻ്റെ ആദ്യ ഷോ കഴിഞ്ഞപ്പോൾ വലിയ അഭിപ്രായം സിനിമയുമായി ബന്ധപ്പെട്ട് വന്നപ്പോൾ ബോക്സ് ഓഫീസിൽ പിന്നെ വൻ കളക്ഷനാണ് സിനിമയ്ക്ക്. റെക്കോർഡുകൾ പലതും ഇതിനകം തിരുത്തിക്കുറിച്ചു. ഇപ്പോൾ ടിക്കറ്റ് വിൽപ്പനയിലും റെക്കോർഡിട്ടിരിക്കുന്നു. പ്രമുഖ ടിക്കറ്റ് ബുക്കിംഗ് പ്ലാറ്റ്ഫോമായ ബുക്ക് മൈ ഷോയിൽ റിലീസിന്റെ 3ാം ദിനത്തിൽ ടിക്കറ്റ് വിൽപ്പനയിൽ റെക്കോർഡിട്ടിരിക്കുകയാണ്. 3.62 ലക്ഷം ടിക്കറ്റുകളാണ് ബുക്ക് മൈ ഷോയിലൂടെ ചിത്രം ഇന്നലെ വിറ്റത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പ്രതിദിന ട്രാക്കിംഗ് തുടങ്ങിയതിനു ശേഷം മലയാള സിനിമയിലെ റെക്കോർഡാണ് ഇത് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. എമ്പുരാൻ, തുടരുമടക്കമുള്ള ചിത്രങ്ങളെ ഇക്കാര്യത്തിൽ പിന്നിലാക്കി എന്നാണ് വിവരം വരുന്നത്. ഇതിനകം 100 കോടി ക്ലബിൽ സിനിമ വളരെ വേഗം എത്തുന്ന ഒരു സിനിമയായി കൂടി മാറുന്ന പശ്ചാത്തലമുണ്ട്. 2 ദിവസം കൊണ്ടാണ് ഈ ചിത്രം ഇങ്ങനെ കടന്നത്. 3ാം ദിവസം അടക്കം വലിയ കളക്ഷൻ ഇപ്പോഴും സിനിമയെ ബന്ധപ്പെട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇന്ന് ഞായറാഴ്ച ദിവസമാണ്, വലിയ ബുക്കിംഗ് ആണ്, എല്ലാ തിയേറ്ററുകളും ഫുള്ളാണ് എന്നുള്ള വിവരങ്ങൾ കൂടിയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.